ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണത്തിൽ ഇന്ദ്രജിത്തിൻ്റെ വധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ദ്രജിത്തിൻ്റെ വധത്തിനു ശേഷം പിന്നീട് മറ്റു ചില ചെറിയ യുദ്ധങ്ങൾ കൂടി അവിടെ നടന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് രാമനും രാവണനും തമ്മിലുള്ളതാണ്. രാമൻ രാവണനെ വധിക്കുന്നതിന് മുമ്പായിട്ട് മഹാദേവനെയും മഹാദേവിയെയുമൊക്കെ പ്രാർത്ഥിക്കുന്നതായി രാമായണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവന്മാർ രാമൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥനകളും പൂജകളും നടത്തിയതായും പറയുന്നു. രാവണൻ ചണ്ഡികാഹോമം നടത്തിയതായും പറയുന്നുണ്ട്. അതിനുശേഷം യുദ്ധം തുടങ്ങുകയാണ്. രണ്ടുപേരും അവരവരുടെ പ്രാർത്ഥനകളെല്ലാം നടത്തിയതിനു ശേഷമാണ് യുദ്ധം തുടങ്ങുന്നത്. അങ്ങനെ രാമൻ രാവണനെ വെല്ലുവിളിച്ചു. രാവണ, നിനക്കു മരണം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ തൻ്റെ വില്ലിൽ ഞാണൊലി കേൾപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീമാകാരമായ യുദ്ധം വീണ്ടും തുടങ്ങുകയാണ്. രാവണൻ ശരമാരി ചൊരിഞ്ഞു. രാവണന്റെ സാരഥിയാണ് ആര്? മാതലി. മാതലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ ആ ശരവർഷത്തിൽ ഭയന്നുപോയി. രാമൻ രാവണനും മാതലിയും തൊടുത്തുവിടുന്ന, മാതലിയും യുദ്ധം ചെയ്യുന്നുണ്ട്, രണ്ടുപേരും തൊടുത്തുവിടുന്ന ഓരോ ബാണവും നിർവീര്യമാക്കുകയും ചെയ്തു. അതിഘോരമായ യുദ്ധമായിരുന്നു. ആ യുദ്ധം കണ്ടിട്ട് ദേവന്മാർ പോലും ഭയന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ രാമൻ മൃത്യുബാണം അത് വില്ലിൽ തൊടുത്തു. ഹംസാകൃതിയിൽ മുഖമുള്ള ബാണമാണ് ഇപ്പോൾ രാമൻ തൊടുത്തിരിക്കുന്നത്. ആ ബാണത്തിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ബാണത്തിൻ്റെ മധ്യത്തിൽ ശിവനാണ് ഉള്ളത്. 49 മരുത്തുക്കളും പർവ്വതരാജനും യമനും ആ ബാണത്തിൽ ഉണ്ട്. കൃഷ്ണവർണ്ണമുള്ള ബാണമുഖത്തു നിന്നും ചിന്തുന്ന കനകപ്രഭ ലോകത്തെ മുഴുവനും പ്രകാശമാനമാക്കി. ബാണത്തിൻ്റെ ഗർജന ശബ്ദത്തിൽ ലോകം വിറച്ചു. പർവ്വതങ്ങൾ കുലുങ്ങി. സാഗരം അതിഭയങ്കരമായി ആർത്തലച്ച് ഇരമ്പി. മന്ത്രം ജപിച്ച് രാമൻ അമ്പു തൊടുത്തു. ബാണത്തിൽ നിന്നും പുക പരന്നു. ബാണമുഖത്തിൽ ബ്രഹ്മാഗ്നി ജ്വലിച്ചു. രാമൻ തൊടുത്തിരിക്കുന്നത് മൃത്യുബാണമാണ് എന്ന് രാവണൻ അറിഞ്ഞു. തൻ്റെ മൃത്യുവിനു വേണ്ടി വരുന്ന ബാണമാണ് അതെന്ന് രാവണൻ തിരിച്ചറിയുന്നു. ഈ ബാണം കൊണ്ട് തൻ്റെ പ്രാണൻ പോകും എന്ന് രാവണന് മനസ്സിലാകുന്നു. വിശ്വാമിത്രനെ സ്മരിച്ചുകൊണ്ടയച്ച ബാണം രാവണന്റെ മാറിടത്തിലാണ് പതിച്ചത്. തേർത്തട്ടിൽ നിന്ന് രാവണൻ ഭൂമിയിൽ പതിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാർ ആകാശത്തു നിന്ന് അത് കാണുന്നു. സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും വരുണനും 33 ദേവന്മാരും ഒരിടത്ത് ഒത്തുകൂടുന്നു. ചിലർ പറഞ്ഞു, ഇക്കുറി രാവണൻ മരിക്കും. കയ്യും കാലും വെട്ടിയാലും രാവണൻ മരിക്കുകയില്ല. എത്ര പ്രാവശ്യം മരിച്ചതാണ്, എന്നിട്ടും ജീവിച്ചു വന്നില്ലേ? ആർക്കറിയാം, ഈ പ്രാവശ്യവും എഴുന്നേക്കില്ല എന്ന് ഇങ്ങനെ ചിലരും പറഞ്ഞു. ഏതായാലും ചിതാഗ്നിയിൽ നിന്നും പുക ഉയരുന്നത് വരെ അടുത്തു പോകേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചു. വിഷ്ണുദൂതന്മാരും ശിവദൂതന്മാരും അകന്നു നിന്നു. ചിലർ രാവണൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഭയന്ന് ഓടുകയും ചെയ്തു.
വാൽമീകി രാമായണത്തിൽ വാൽമീകി പറഞ്ഞിരിക്കുന്നത് രാവണൻ രണഭൂമിയിൽ മഹാനിദ്ര ചെയ്യുന്നു എന്നാണ്. ഈ സമയത്ത് രാമൻ വിചാരിച്ചു, എൻ്റെ പരമഭക്തനായ ദശമുഖന് ഇപ്പോൾ മോക്ഷം ലഭിച്ചിരിക്കുന്നു. അവൻ്റെ ശാപം അവസാനിച്ചിരിക്കുന്നു. അവൻ്റെ ഈ രാക്ഷസ ജന്മം അവസാനിക്കുന്നു. രാവണൻ വീണു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ദർശനം നൽകാം. ഇങ്ങനെ ആ സമയത്ത് രാമൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മണനെ പറഞ്ഞയച്ച് വിവരം അറിയിക്കാമെന്ന് രാമൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനെ വിളിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയുള്ള ഭാഗം. ലക്ഷ്മണനെ വിളിച്ചിട്ട് രാമൻ പറയുകയാണ്, അനുജ, രാജകുടുംബത്തിലാണ് നമ്മൾ രണ്ടു പേർക്കും ജന്മം കിട്ടിയത്. കുറേ കാലം നമ്മൾ വനത്തിൽ ചുറ്റിക്കറങ്ങി. എത്രയോ കാലം മുനിമാരുടെ കൂടെ താമസിച്ചു. രാജനീതി പക്ഷേ നമ്മൾ പഠിച്ചിട്ടില്ല. കാട്ടിൽ താടകയെ വധിച്ചു. വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ ചെന്നപ്പോൾ രാജനീതി പഠിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അച്ഛൻ്റെ സത്യം പാലിക്കുന്നതിനായി നമ്മൾ വനത്തിലേക്ക് പോന്നു. 14 വർഷമായി കുരങ്ങുകളുടെയും കരടികളുടെയും ഇടയിൽ ചുറ്റിത്തിരിഞ്ഞു. ഇനിയൊരു രാജനീതി എങ്ങനെ നമ്മൾ പഠിക്കും? അയോധ്യയിൽ ചെന്നാൽ രാജ്യഭാരം ലഭിക്കുമായിരിക്കാം. പക്ഷേ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധർമാധർമ്മങ്ങൾ നമുക്ക് അറിയുകയും ഇല്ല. ആര് നമുക്ക് പറഞ്ഞു തരും? രാവണൻ പ്രസിദ്ധനായ രാജാവാണ്. എല്ലാം വ്യാഖ്യാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. രാക്ഷസ രീതിയിൽ അദ്ദേഹം ധർമ്മം നടത്തുന്നു. രാവണനോട് രാജനീതി നമുക്ക് പറഞ്ഞു തരാൻ പറയണം. രാവണനിൽ നിന്നും നമുക്ക് കുറച്ചു നീതി പഠിക്കണം. ഇപ്പോൾ തന്നെ നീ അവിടെ ചെന്ന് 3-4 പാഠങ്ങൾ ചോദിച്ചിട്ട് വരൂ. അമൂല്യരത്നങ്ങൾ അസ്ഥാനത്തായിരിക്കും ഒരു പക്ഷേ കാണപ്പെടുന്നത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ രാവണന്റെ അടുത്തേക്ക് ലക്ഷ്മണനെ പറഞ്ഞയക്കുകയാണ് രാമൻ രാജനീതി പഠിക്കുന്നതിനായിട്ട്. ഇവിടെ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, അത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് അമൂല്യരത്നങ്ങൾ അസ്ഥാനത്തായിരിക്കും കാണപ്പെടുന്നത് എന്ന്. അതായത് ഇവിടെ രാവണനെ അമൂല്യമായ ഒരു രത്നമായിട്ടാണ് രാമൻ കണക്കാക്കുന്നത്. പക്ഷേ രാക്ഷസ കുലത്തിൽ ജനിച്ചു പോയി. അതുകൊണ്ടാണ് രാക്ഷസ സ്വഭാവം കാണിക്കുന്നത്. ഇങ്ങനെ രാമൻ രാവണനെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷ്മണൻ രാമന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ശരമേറ്റു കിടക്കുന്ന രാവണന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ലക്ഷ്മണനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാസ്ത്രമേറ്റ് വേദനിച്ചു കഴിയുന്ന രാവണൻ കരുണമായി സ്തുതിക്കുകയാണ്. ഈ സമയത്ത് ശ്രീചരണങ്ങൾ എനിക്ക് തരൂ. കൊടും യുദ്ധം കുറെ ചെയ്തു, ക്ഷമിക്കണം. എൻ്റെ അന്തിമ സമയം ആയിരിക്കുന്നു. ഇങ്ങനെ രാവണൻ ലക്ഷ്മണനോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ രാവണനെ സമാധാനിപ്പിച്ചു. ഇതൊന്നും ഒരു കുറ്റമല്ല, ഇതെല്ലാം വിധിയാണ്. വിധിയുടെ നിശ്ചയമനുസരിച്ച് ഓരോന്ന് നടക്കുന്നു. പരമപണ്ഡിതനായ ലങ്കയുടെ അധിപതിയാണ് അങ്ങ്. ജ്യേഷ്ഠനായ രാമൻ എന്നെ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് രാജനീതി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ലക്ഷ്മണൻ രാവണനോട് പറയുകയാണ്.
എന്തു നീതിയാണ് രാമന് അറിഞ്ഞുകൂടാത്തത്? ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത്? പഠിപ്പിക്കുവാൻ എന്തെങ്കിലും ആജ്ഞ തന്നാൽ ഭൃത്യന്റെ മുഖത്തു നിന്നും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ദർശനം തരൂ. എൻ്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, പ്രാണൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാവുന്ന രാജനീതി ഞാൻ തൃപ്പാദങ്ങളിൽ ഉണർത്തിക്കാം എന്ന് രാവണൻ ലക്ഷ്മണനോട് പറയുന്നു. അതായത് ശ്രീരാമനെ കാണണം എന്ന് രാവണൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം ലക്ഷ്മണൻ ചെന്ന് രാമനോട് പറയുന്നു. രാവണൻ രാജനീതിയുടെ പാഠങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല, ജ്യേഷ്ഠനെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നെ ഒരുപാട് സ്തുതിച്ചു. രഘുനാഥനെ ഒരിക്കൽ കൊണ്ടു ചെല്ലാമോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെ ലക്ഷ്മണൻ രാമനോട് പറയുന്നു. രാമൻ രാവണന്റെ ഭക്തിഭാവം അറിഞ്ഞ ഉടൻ തന്നെ രാവണന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ലങ്കയുടെ അധിപന് എഴുന്നേൽക്കുവാനുള്ള ശക്തിയില്ല. കിടന്നുകൊണ്ട് തന്നെ ഭക്തഭാവത്തിൽ രാവണൻ രാമനെ പ്രണമിച്ചു. ആഘാതത്തിൽ തളർന്ന് ശബ്ദത്തിനു പോലും കനമില്ലാതെ ആയിരിക്കുന്നു. രാമനെ രാവണൻ സർവാംഗം നോക്കിക്കണ്ടു. രാമൻ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയാണ് എന്ന് രാവണന് മനസ്സിലാകുന്നു. രാവണൻ രാമനെ കിടന്നുകൊണ്ട് തന്നെ പ്രണമിക്കുന്നു. ചിരകാലം ദാസനായിരുന്ന ഞാൻ ശാപത്താൽ ഇപ്പോൾ രാക്ഷസനായി പിറന്നിരിക്കുന്നു. എന്നിൽ ധർമാധർമ്മങ്ങൾ ഇല്ലായിരുന്നു. പ്രപഞ്ചത്തിൽ അങ്ങേക്കറിയാത്ത എന്തു പാഠമാണ് ഞാനിപ്പോൾ അങ്ങയോട് പറഞ്ഞു തരേണ്ടത്? അനാദി പുരുഷനായ അങ്ങയോട് ഞാൻ എന്തു രാജനീതിയാണ് പറയേണ്ടത്? ഇങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് രാവണൻ രാമനോട് ചോദിക്കുന്നു. അപ്പോൾ രാമൻ രാവണനോട് പറയുകയാണ്, രാവണ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എങ്കിലും ത്രിലോകങ്ങളും ജയിച്ച ബലവാനായ പുരാതനായ ഒരു രാജാവാണ് താങ്കൾ. താങ്കളിൽ നിന്ന് രാജനീതി പഠിക്കുവാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ രാമൻ രാവണനോട് പറയുന്നു. എൻ്റെ ജീവൻ തന്നെ ഇപ്പോൾ പോകാൻ തയ്യാറായി ഇരിക്കുന്ന അവസ്ഥയിലാണ്. എനിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ ചിലത് അങ്ങയോട് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് രാവണൻ രാമന് സാക്ഷാൽ ഭഗവാന് രാജനീതി ഉപദേശിച്ച് കൊടുക്കുന്നു. കേട്ടുകൊള്ളുക. എന്താണ് രാവണൻ രാമന് പറഞ്ഞു കൊടുത്ത രാജനീതി? ഉത്തമ കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കഥ പറയുകയാണ്. അതായത് കഥയല്ല, രാവണന് തന്നെ സംഭവിച്ച ഒരു കാര്യം പറയുകയാണ്. ഒരു ദിവസം സ്വർഗത്തിൽ നിന്ന് മടങ്ങുമ്പോൾ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ യമപുരി കണ്ടു. യമപുരി ശൂന്യമായിരിക്കുന്നു. 3 ഗോപുരത്തിലും സാധുക്കൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് പാപികളുടെ സ്ഥാനം കണ്ടു. പകലോ രാത്രിയോ എന്നറിയില്ല, ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. തലകീഴായി പാപികളെ തൂക്കിയിട്ടിരിക്കുന്നു. യമദൂതന്മാർ അവരെ അടിക്കുന്നുണ്ട്. തല ഉയർത്താൻ സമ്മതിക്കുന്നില്ല. പാപികളുടെ കരച്ചിലാണ് അവിടെ മുഴുവനും. ആ രംഗം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. പാപികളുടെ ദുഃഖം തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ലങ്കയിൽ വന്നു. പല കർത്തവ്യങ്ങളായി, പക്ഷേ എനിക്കത് നടത്തുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ മറ്റൊരിക്കൽ വിചാരിച്ചു. ഈശ്വരൻ 7 സമുദ്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാലാഴി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന്. പക്ഷേ വിചാരിച്ചുകൊണ്ട് ഇരുന്നതേയുള്ളൂ. പല ജോലി തിരക്കുകളായി
എനിക്കത് സാധിച്ചില്ല. പിന്നെ അങ്ങയോടുള്ള യുദ്ധം. ഈ വക ജോലികൾക്കിടയിൽ ഞാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളും എനിക്ക് ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അല്ലയോ രാമ, ശുഭകർമ്മം മനസ്സിൽ തോന്നിയാൽ ആലസ്യം വെടിഞ്ഞ് ഉടൻ തന്നെ ചെയ്യണം. ഇനി പാപകർമ്മത്തെപ്പറ്റി പറയാം. പാപകർമ്മം ചെയ്യും മുമ്പേ അതിൻ്റെ നീതീകരണം തന്നോട് തന്നെ പറയണം. അല്ലാതെ വേഗതയിൽ ചെയ്യരുത്. ഇങ്ങനെ രാവണൻ രാമനോട് പറഞ്ഞപ്പോൾ അതൊന്ന് വിശദീകരിച്ചു തരാൻ രാമൻ ആവശ്യപ്പെട്ടു. പറയാൻ ശക്തിയില്ല. എത്രയെത്ര പാപമാണ് ഞാൻ ചെയ്തത്, പലതും അങ്ങയോട് തന്നെയാണ്. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മൂക്കും മുലയും മുറിച്ചു. അവൾ വന്നു പറഞ്ഞതനുസരിച്ച് ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു. ഞാൻ വീണ്ടും ഒന്ന് ആലോചിച്ചിരുന്നു എങ്കിൽ ഞാൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമായിരുന്നില്ല. ഞാൻ എന്നോട് തന്നെ എന്തിന് ഞാനിത് ചെയ്തു എന്ന ഉത്തരം പറഞ്ഞില്ല. ശൂർപ്പണഖയുടെ വാക്കു കേട്ട ഉടൻ തന്നെ വീണ്ടും വിചാരമില്ലാതെ ഞാനത് ചെയ്തു. അത് വേഗതയിൽ തന്നെ ഞാൻ നടത്തി. അതിൻ്റെ ഫലം എന്തായിരുന്നു? സർവനാശമായിരുന്നു. 1,00,000 പുത്രന്മാരാണ് മരിച്ചത്. ആലോചിച്ചതിനു ശേഷമാണ് ഞാൻ പ്രവർത്തിച്ചത് എങ്കിൽ ഒരിക്കലും ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. രാമനിൽ നിന്നും സീത വേർപെടുകയും ചെയ്യുമായിരുന്നില്ല. ഇങ്ങനെ ഈ 2 കാര്യങ്ങളാണ് രാവണൻ രാമന് പറഞ്ഞു കൊടുത്തത്. ഇവിടെ രാമൻ രാവണനോട് ചോദിക്കാൻ കാരണം, തിരിച്ച് രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനില്ല. രാജനീതി പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? അതുകൊണ്ടാണ് രാമൻ രാവണനോട് ചോദിക്കാം എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. രാവണന്റെ ഇപ്രകാരമുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ രാമന് സങ്കടം സഹിക്കുവാൻ സാധിച്ചില്ല എന്നും രാമായണം പറയുന്നുണ്ട്. അതിനുശേഷം കുരങ്ങന്മാരെല്ലാവരും വന്ന് രാവണനെ കാണുന്നുണ്ട്. അവിടേക്ക് വിഭീഷണൻ എത്തിച്ചേരുന്നു. വിഭീഷണൻ രാവണന്റെ അടുത്ത് നിലത്തിരുന്നു. ജ്യേഷ്ഠന്റെ തോളിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. കരബലത്താൽ 3 ലോകവും ജയിച്ചു. അഹങ്കാരത്തിൽ രാമനെ അങ്ങ് തിരിച്ചറിഞ്ഞില്ല. ലക്ഷ്മി ദേവിയെയാണ് അങ്ങ് കട്ടുകൊണ്ടുവന്നത്. വംശത്തോടെ ഇപ്പോൾ നശിച്ചില്ലേ? സീതയെ കൊടുത്ത് മരണം ഒഴിവാക്കുവാൻ ഞാൻ കാലു പിടിച്ചു പറഞ്ഞില്ലേ? പക്ഷേ അങ്ങ് കേട്ടില്ല. എങ്കിലും ഇപ്പോഴും കുറ്റം എനിക്ക് മാത്രമാണല്ലോ. തൃപ്പാദങ്ങളല്ലാതെ മറ്റെന്തൊരു ശരണമാണ് എനിക്കുണ്ടായിരുന്നത്? ലങ്കയിലെ പൂർണാധികാരം താങ്കൾക്കാണ്. ധാർമ്മികനായ ജ്യേഷ്ഠൻ ധർമ്മനഷ്ടത്താൽ മരിച്ചു കഴിഞ്ഞു. അങ്ങ് ശിവഭക്തനായിരുന്നു. ശിവപൂജ നിത്യവും ചെയ്യുമായിരുന്നു. ശിവൻ പക്ഷേ അന്ത്യസമയത്ത് അങ്ങയെ ഉപേക്ഷിച്ചു. ലങ്കാപുരിയെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ജ്യേഷ്ഠൻ ഇപ്പോൾ കടന്നു പോകുന്നു. ഇങ്ങനെ പറഞ്ഞ് വിഭീഷണൻ കരയുകയാണ്. ഇങ്ങനെ പറഞ്ഞു കരയുന്ന വിഭീഷണനെ രാമൻ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ആര് വരികയാണ്? മണ്ഡോദരി വരികയാണ്. ഒരു വട്ടം മുഖം തിരിച്ചെന്നെ ഒന്ന് നോക്കൂ, എഴുന്നേക്കൂ ലങ്കാപതി. ഇങ്ങനെ പറഞ്ഞ് മണ്ഡോദരി കരയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി രാവണനെ അന്തഃപുരത്തിൽ കൊണ്ടുചെല്ലുന്നു. 10,000 പത്നിമാരും 14,000 കന്യകമാരും രാവണനെ കാണാനായി അവിടേക്ക് വരുന്നു. സ്വർണശോഭയുള്ള രാജാവിൻ്റെ ശരീരം പൊടിയണിഞ്ഞ് കിടക്കുന്നു. പ്രഭു എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ശൂർപ്പണഖ നിലവിളിക്കുന്നു. സഹോദരി ശൂർപ്പണഖ
രാവണന്റെ കാലു പിടിച്ച് കരയുകയാണ്. റാണി മണ്ഡോദരി ഭൂമിയിൽ കിടന്ന് ഉരുളുന്നു. കരയുമ്പോൾ വിഭീഷണൻ സമാധാനിപ്പിക്കുന്നു. റാണി മണ്ഡോദരി കരയരുതേ, സീതയെ തിരിച്ചു കൊടുത്ത് യുദ്ധം ഒഴിവാക്കുവാൻ അപേക്ഷിച്ചതിന് ജ്യേഷ്ഠൻ സഭയിൽ വെച്ച് എന്നെ ചവിട്ടി പുറത്താക്കി. ആ ചവിട്ടേറ്റ് എത്ര ദൂരത്തേക്കാണ് ഞാൻ തെറിച്ചു വീണത് എന്ന് അവിടുത്തേക്ക് അറിയില്ലേ? ദുഃഖം അടക്കുക, ഇനി അത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് വിഭീഷണൻ മണ്ഡോദരിയെ സമാധാനിപ്പിച്ചു. എങ്കിലും മണ്ഡോദരിയുടെ കരച്ചിൽ ഇരട്ടിക്കുകയാണ് ചെയ്തത്. തൻ്റെ കുറ്റം കൊണ്ടാണ് രാവണൻ മരിച്ചത് എന്ന് പറഞ്ഞ് വിഭീഷണൻ നിലവിളിക്കുന്നു. അങ്ങനെ പറഞ്ഞു നിലവിളിക്കുന്ന വിഭീഷണന്റെ അടുക്കലേക്ക് രാമൻ എത്തുന്നു. രാമൻ വിഭീഷണനോട് പറയുകയാണ്, വിഭീഷണ, താങ്കളുടെ ദോഷം നിമിത്തമാണ് രാവണൻ മരിച്ചത് എന്ന് വിചാരിക്കരുത്. സ്വന്തം ദോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. രാവണന്റെ അഗ്നികാര്യങ്ങൾ ചെയ്യൂ, മറ്റാരും ഇപ്പോൾ അതിനർഹനായി ഇല്ല എന്ന് രാമൻ വിഭീഷണനോട് പറയുന്നു. അങ്ങനെ രാമന്റെ ആജ്ഞ അനുസരിച്ച് എല്ലാ ദ്രവ്യങ്ങളും കൊണ്ടുവരുന്നു. അകിൽ, ചന്ദനക്കൊള്ളികൾ എന്നിവ കൊണ്ട് ചിത കൂട്ടുന്നു. പർവ്വതാകാരമായ രാവണന്റെ ശരീരം എടുത്തുകൊണ്ടുവരുവാൻ 1000 വീരന്മാർ ചേർന്ന് ശ്രമിച്ചിട്ടും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ രാവണന്റെ ദേഹം തോളിലെടുത്തുകൊണ്ട് സാഗര തീരത്തേക്ക് കൊണ്ടുപോവുകയും സാഗരജലത്തിൽ കുളിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാജാവിന് ചേർന്ന ദിവ്യമായ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. അതിനുശേഷം ചിതയിലേക്ക് വെക്കുന്നു. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ വിഭീഷണൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് രാമായണം പറയുന്നത്. രാവണന്റെ ചിതയിൽ നിന്ന് ഒരു ദിവ്യമായ തേജസ് ഉയർന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും രാമായണം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതോടുകൂടി രാവണന് മോക്ഷം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം സീതയെ കൊണ്ടുവരുന്നതിനായി ശ്രീരാമൻ വിഭീഷണനെ പറഞ്ഞയക്കുന്നു. വിഭീഷണൻ സീതാദേവിയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. അതിനുശേഷം ദേവി, രാമദർശനത്തിന് പോകണം, രത്നം പതിച്ച പല്ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പല്ലക്കിൽ കയറിയാലും സ്വർണാഭരണങ്ങൾ ധരിച്ചാലും വേഗം പോകാം, രാവണൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവിയുടെ ദുഃഖമൊക്കെ തീർന്നു, രാമനെ കാണാൻ നല്ല വേഷത്തിൽ നമുക്ക് പോകാം. കുളിച്ച് നല്ല വസ്ത്രം, ശുഭമായ വസ്ത്രം ധരിക്കൂ, അതിനുശേഷം പല്ലക്കിൽ കയറൂ, രാമനോട് സംസാരിക്കണ്ടേ എന്ന് വിഭീഷണൻ ദേവിയോട് ചോദിക്കുന്നു. ഞാൻ അശോകവനികയിൽ ദുഃഖം അനുഭവിക്കുകയായിരുന്നില്ലേ, എനിക്കെന്തു കുളി, എനിക്കെന്തു വേഷം, ഇങ്ങനെ സീത ചോദിക്കുന്നു. ഈ വേഷത്തിൽ എങ്ങനെ രാജസദസ്സിൽ ചെല്ലുമെന്ന് വിഭീഷണൻ വീണ്ടും സീതയോട് ചോദിക്കുന്നു. അപ്പോൾ വിഭീഷണന്റെ പത്നി സീതയ്ക്ക് സ്നാനദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. സിംഹാസനത്തിൽ സീതയെ ഇരുത്തുന്നു. ഒരാൾ എണ്ണ തേച്ചു, ഒരാൾ ശരീരത്തിൽ ജലമൊഴിച്ചു, ഒരാൾ തോർത്തി കൊടുക്കുന്നു. അങ്ങനെ പലർ ചേർന്ന് സീതയെ കുളിപ്പിച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് സീതയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് പല്ലക്കിലേക്ക് കയറ്റുന്നു. ആ പല്ലക്കിൽ ജനകനന്ദിനി സീത ഇരിക്കുന്നു. പല്ലക്കിന്റെ 4 വശവും പട്ടുകൊണ്ട് മറച്ചിരുന്നു. വഴിയിൽ ചന്ദനകളഭം തളിച്ചിരുന്നു. രാക്ഷസന്മാർ മല്ലിക, പാരിജാതം തുടങ്ങിയ സുഗന്ധ പുഷ്പങ്ങളാൽ വഴി അലങ്കരിച്ചിരുന്നു. സീതാദേവിയുടെ പല്ലക്കിന്റെ മുമ്പിൽ സ്വർണം കിട്ടിയ ചൂരലുമായി വിഭീഷണൻ നടക്കുന്നു. ലങ്കയിലെ സ്ത്രീകളെല്ലാം തന്നെ സീതയെ കാണാനായി അവിടെ നിരന്നു നിൽക്കുന്നു. ആ സമയം സീതയുടെ അടുക്കലേക്ക് ഒരാൾ വരുന്നു. ആരാണ് വന്നത്? മണ്ഡോദരി. മണ്ഡോദരി മുഷിഞ്ഞ വേഷമായിരുന്നു ധരിച്ചിരുന്നത്. മണ്ഡോദരിയുടെ തലമുടി അഴിഞ്ഞു കിടന്നിരുന്നു. ആ മണ്ഡോദരി സീതയെ നമസ്കരിച്ചു. അതിനുശേഷം മണ്ഡോദരി
സീതയോട് പറയുകയാണ്, ജനകപുത്രി, നീ നിമിത്തം ഞാനിന്ന് അനാഥയായിരിക്കുന്നു. രാവണനും ലങ്കാപുരിയും കത്തിയെരിഞ്ഞിരിക്കുന്നു. നിനക്ക് സന്തോഷമായില്ലേ? നീ സന്തോഷത്തോടുകൂടി രാമനെ കാണുവാൻ പോവുകയാണല്ലേ? പക്ഷേ ഈ ആനന്ദം അധികകാലം നിലനിൽക്കുകയില്ല. രാമൻ സംശയം നിറഞ്ഞ ദൃഷ്ടിയോടുകൂടി നിന്നെ കാണും. പതിവ്രതയെങ്കിൽ പതിയുടെ പാദത്തിൽ മനസ്സുറപ്പിച്ച് കേട്ടുകൊള്ളുക. ഞാൻ പറഞ്ഞത് ഒരിക്കലും കള്ളമാവുകയില്ല. ഇങ്ങനെ പറഞ്ഞ് മണ്ഡോദരി സീതയെ ശപിക്കുകയാണ്. വിഭീഷണൻ സീതയെ കൊണ്ടുവന്ന പല്ലക്ക് കുറച്ചു ദൂരെ വെച്ച് നിർത്തുകയാണ്. സീത പല്ലക്കിൽ നിന്ന് ഇറങ്ങുന്നു. വാനരന്മാരെല്ലാം സീതയെ കാണുവാൻ നിൽക്കുകയാണ്. സീത രാമനോട് സംസാരിക്കുവാനായി മുമ്പോട്ടേക്ക് നടക്കുന്നു. ലങ്കയിലെ രാക്ഷസ സ്ത്രീകളെല്ലാം കരഞ്ഞുകൊണ്ട് ജാനകിയെ നോക്കി പറയുകയാണ്, നീ സുഖമായി നിന്റെ ഭർത്താവിനോട് സംസാരിക്കുവാൻ പോവുകയാണല്ലോ. ഞങ്ങൾ ഇന്ന് വിധവകളായിരിക്കുന്നു. എല്ലാവരും ഒരു നാൾ വിധവയാകും. രാമൻ തെറ്റായ കണ്ണുകളാൽ നിന്നെ ഒരിക്കൽ നോക്കും. ഞങ്ങളുടെ വാക്കുകൾ ഒരിക്കലും സത്യമാകാതിരിക്കുകയില്ല. കരഞ്ഞുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഗൃഹത്തിലേക്ക് പോയി. കുരങ്ങന്മാർ സീതയെ കാണുവാൻ തിരക്കുകൂട്ടുന്നു. പല്ലക്ക് 4 വശവും പട്ടുചുറ്റി മറച്ചിരിക്കുകയാണ്. വിഭീഷണൻ വാനരന്മാരെ ഒതുക്കി വഴിയുണ്ടാക്കി സീത മുമ്പോട്ട് പോവുകയാണ്. രാമന്റെ അടുത്ത് ലക്ഷ്മണനുണ്ട്, ഇടതുവശത്ത് സുഗ്രീവനുണ്ട്, അടുത്തു തന്നെ തൊഴുകൈയോടുകൂടി ജാമ്പവാനുണ്ട്. തിരക്ക് കൂട്ടുന്ന വാനരന്മാരെ ചൂരൽ കൊണ്ട് ഒതുക്കി വിഭീഷണൻ വഴിയുണ്ടാക്കുന്നു. വാനരന്മാർക്ക് വേദനിച്ചത് കണ്ട് രാമന് അല്പം ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്താൽ രാമൻ പറയുകയാണ്, രാജപത്നി പ്രജകളുടെ മാതാവാണ്. മക്കൾ മാതാവിനെ കാണുവാൻ തിരക്ക് കൂട്ടുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഈ പല്ലക്ക് പട്ടുകൊണ്ട് ചുറ്റി മറച്ചിരിക്കുന്നത്? എന്തിനാണ് വിഭീഷണ നിങ്ങളിങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? എന്തായാലും പട്ടു മാറ്റിയേക്കുക, നിങ്ങളുടെ ചൂരൽ വടി താഴെയിടുക, എല്ലാവരും അമ്മയെ കാണട്ടെ. ആരാണോ സീതയെ മോചിപ്പിച്ചത് അവർ അവരുടെ അമ്മയെ കാണട്ടെ. പതിവ്രതകൾ സ്വയമാണ് പാതിവൃത്യം സംരക്ഷിക്കുന്നത്. ഇങ്ങനെ രാമൻ പറയുന്നു. ഹനുമാൻ ശ്രീരാമന്റെ മനസ്സ് മനസ്സിലാക്കുന്നു. രാമൻ സീതയുടെ സ്ത്രീത്വം പരീക്ഷിക്കുകയാണ് എന്ന് ഹനുമാന് മനസ്സിലാകുന്നു. രാമന്റെ കോപം കണ്ട് വിഭീഷണൻ പേടിച്ചുപോയി. പല്ലക്ക് മറച്ചിരുന്ന പട്ട് അഴിച്ചുമാറ്റി ജാനകി ഭൂമിയിൽ കാൽവെച്ചു. ജാനകി പല്ലക്കിൽ നിന്നും ഇറങ്ങുന്നു. പൗർണമി ചന്ദ്രൻ ഉദിച്ചതുപോലെ അത്ര മനോഹരിയായി സീതാദേവി ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. സീതാദേവിയെ കൺകുളിർക്കെ എല്ലാവരും കാണുന്നു. സാക്ഷാൽ ശ്രീ പാർവതിയാണോ വന്നിരിക്കുന്നത് എന്നുപോലും ചിലർക്കൊക്കെ തോന്നുന്നു. സീത രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ലക്ഷ്മണനോട് വാത്സല്യത്തോടുകൂടി കുശലങ്ങൾ ചോദിച്ചു. അതിനുശേഷം സദസ്സിനെ നോക്കി കൈകൂപ്പുന്നു. ലക്ഷ്മണൻ സീതയുടെ പാദങ്ങളിൽ വന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. അതിനുശേഷം അഗ്നിപരീക്ഷയാണ്. അങ്ങനെ രാവണനോടുള്ള യുദ്ധത്തിനു ശേഷം രാമൻ വിഭീഷണനെ രാജാവാക്കുന്നു. രാവണന് വേണ്ട വിധത്തിലുള്ള ചിത ഒരുക്കി
രാവണന് മോക്ഷവും നൽകുന്നുണ്ട്. അതിനുശേഷം മണ്ഡോദരിയുടെ ശാപം, ആ ശാപമാണ് സീതയെ വീണ്ടും വലിയ ഒരു ദുഃഖത്തിലേക്ക് തള്ളിവിട്ടത്. അവിടെ ഉണ്ടായിരുന്ന മറ്റു രാക്ഷസ സ്ത്രീകളും സീതയെ ശപിക്കുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താക്കന്മാരെല്ലാവരും മരിച്ചുപോയി. രാവണന്റെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എങ്കിലും മണ്ഡോദരി ശപിക്കുകയാണ്. നമ്മളും അങ്ങനെയാണല്ലേ? നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നത്തെ ഓർത്ത്, ആ ദുഃഖത്തെ ഓർത്ത് നമ്മൾ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടിരിക്കും. ഇതിനൊക്കെ മൂല കാരണം എന്താണ്? രാവണന്റെ കുഴപ്പമാണ്. പക്ഷെ അത് മണ്ഡോദരി തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം രാവണന്റെ കുഴപ്പമാണ്. പക്ഷേ താൻ ഇപ്പോൾ വിധവയായിരിക്കുന്നു. അതിന് കാരണം സീതയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഴപ്പം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് മറ്റുള്ളവരുടെ മേൽ പഴി പറഞ്ഞിട്ട് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് 99%. അല്ലാതെ എൻ്റെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് എത്ര പേര് പറയും? അങ്ങനെ പറയാത്തതാണ്, ആ തെറ്റ് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ശാപം. അതുതന്നെയാണ് ഇവിടെ മണ്ഡോദരിയും ചെയ്തത്. ഇനി അഗ്നി പരീക്ഷയാണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങൾക്ക് ഇന്നത്തെ രാമായണത്തിലെ ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.